ഗൾഫ് രാജ്യങ്ങളുടെ പിറകെ അമേരിക്കയെ ഒളിപ്പിക്കില്ലെന്ന് ഇറാൻ്റെ ആത്മീയ നേതാവ് മുജ്തബ അലി ഖംനായി ഇത്ര കഠിനമായിരിക്കുന്ന പ്രയോഗം നടത്തിയ ഒരു പ്രസ്താവന ഈ അടുത്ത കാലത്തൊന്നും ഖംനയുടേതായിട്ട് പുറത്തു വന്നിട്ടില്ല. ശക്തമായ രീതിയിലുള്ള പ്രതികരണമാണ് അമേരിക്കക്കെതിരെ ഇപ്പോൾ ഖംനായി നടത്തിയത് എന്നതിനാൽ ഒരു മാരകമായിരിക്കുന്ന ഒരു യുദ്ധത്തിന് തയ്യാറെടുപ്പ് ഇറാൻ നടത്തിയിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടി അതൊന്ന് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. രണ്ട് പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണത് പോസ്റ്റ് ചെയ്തത്. ഒന്ന്, ഗൾഫ് രാജ്യങ്ങളുടെ പിറകെ അമേരിക്കയെ ഒളിപ്പിക്കുകയില്ല. രണ്ടാമത്തത്, താജ്മഹൽ സൃഷ്ടിച്ചത് ഇറാനാണ്, അതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന പശ്ചാത്തലം അമേരിക്ക പഠിക്കേണ്ടതുണ്ട്. ഈ രണ്ട് പ്രയോഗമാണ് നടത്തിയത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ആശയങ്ങൾ, എവിടേക്കാണ് ഇത് എത്തുക എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ചൈനയുടെ യുവാൻ അല്ലെങ്കിൽ ബിഗ് കോയിൻ തുടങ്ങിയ കറൻസിയിൽ മാത്രമേ പെട്രോളിയം വിൽപ്പന നടത്താൻ പാടുള്ളൂ എന്ന് അറേബ്യൻ രാജ്യങ്ങളോട് ഇറാൻ പറയുന്നു. ഇത്ര ശക്തമായ രീതിയിൽ ഇടപെടുന്നതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇറാൻ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു രാജ്യമാണ് എന്നതിനപ്പുറമായ രീതിയിൽ ഏതെങ്കിലും പ്രശ്ന വിഷയത്തിൽ ഇടപെടുന്നതിൽ ഒരിക്കൽ പോലും ഇറാൻ്റെ പേരുണ്ടായിട്ടില്ല, ചരിത്രത്തിൽ എവിടെയില്ല. പിന്നെ അവരുടെ ഈ സാമ്പത്തിക ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയും ഇവരും തമ്മിൽ കൊമ്പ് കോർക്കാറുണ്ട്. അത് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം ഉണ്ടാവാറുണ്ട്. അത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവരുടെ വലിയ വലിയ നേതാക്കന്മാരെ കൊലപ്പെടുത്തുന്ന സമയത്താണ് വാർത്താ പ്രാധാന്യം ഉണ്ടാവുക. അതിനനുസരിച്ചിട്ടുള്ള തിരിച്ചടികളൊന്നും ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല. നോർമലായിരിക്കുന്ന ഒരു തിരിച്ചടികൾ മാത്രമേ ഉണ്ടാവൂ. സുലൈമാൻ അവരുടെ സൈന്യ കമാൻഡർ ഇതിനു മുൻപ് 2020 ആ കാലഘട്ടത്തിൽ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടി ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്. അത് ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതാണ്. ഖാലിദ് സുലൈമാനെ കൊല്ലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പിന്നീട് അതിന് മുമ്പ് അതിന് ശേഷം അത്രയൊന്നും ഉണ്ടായിട്ടില്ല. ഈ യുദ്ധം വരെ 2025 വരെ. ഇപ്പോൾ പറയുന്ന കാര്യം അങ്ങനെയല്ല. പ്രതിരോധ സംവിധാനം അത് അക്രമാസക്തമായിരിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഞങ്ങൾക്കത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയാം. മാരക തിരിച്ചടിയുടെ അപ്പുറം ഒരു ഉപദേശം കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല അമേരിക്കയുമായിട്ടുള്ള ഇടപാട്. അവരുമായിട്ട് ചർച്ചയ്ക്ക് അങ്ങ് താല്പര്യമില്ല. ചതിയന്മാരാണ്, വഞ്ചകരാണ്, കരാർ ലംഘിക്കുന്നവരാണ്. അവരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വെറുതെ എന്തിനു സമയം നഷ്ടപ്പെടുത്തുന്നു എന്ന് ചോദിക്കുന്നു. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയാണ്. ലെബനാൻ ഇറാൻ്റെ ഭാഗം തന്നെയാണ്. ഞങ്ങൾ എന്ത് സംസാരിക്കുന്ന സമയത്തും ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിക്കെങ്കിൽ മാത്രമേ ഇറാനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ തീരുകയുള്ളൂ. അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ലെബനാനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. ഒന്ന് പറ്റും, ഒന്ന് പറ്റില്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് ചുരുക്കം. സുരക്ഷിതമായിരിക്കുന്ന താവളങ്ങൾ നിങ്ങൾ തേടി പോകേണ്ടി വരും. പശ്ചിമേഷ്യയിലെ ഒരു മേഖലയും നിങ്ങൾക്ക് സുരക്ഷിത ഇടമല്ല. ആയതിനാൽ നിങ്ങൾ എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് അവിടെ തേടി ഞങ്ങളുടെ ആയുധങ്ങൾ എത്തുക തന്നെ ചെയ്യും. അറേബ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ അമേരിക്കയ്ക്കുള്ള സൈനിക ബേസുകളും സംവിധാനത്തെക്കുറിച്ചും എവിടെയാണ് എന്നത് വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി ഞങ്ങളുടെ സാറ്റലൈറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെയും സുരക്ഷിതരല്ല. നിങ്ങൾക്ക് അറബ് രാജ്യങ്ങളുടെ മറ പിടിച്ചുകൊണ്ട് സുരക്ഷിത ഗേഹമാണ് എന്ന് കരുതി അവിടെ നിൽക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ അതിനോട്ട് സമ്മതിക്കുകയില്ല എന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം പരിക്കേറ്റിട്ട് വലിയ രീതിയിൽ ചികിത്സാ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നീട് ഈ അദ്ദേഹം ഒളിച്ചു നിൽക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഇറാൻ്റെ ഏത് ഭാഗത്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അവിടെ നിന്ന് നിർദ്ദേശ കാര്യങ്ങൾ മാത്രമാണ് നൽകാറുള്ളത്. ഇപ്പോഴാണ് വളരെ ശക്തമായ രീതിയിൽ ഇടപെടൽ നടത്തിയത്. അത് കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് റൂട്ട് മാറിയിട്ട് ഇറാൻ സംസാരിക്കാൻ തന്നെ തുടങ്ങിയത്. അല്ലെ ഏറെക്കുറെ ഒരു സമാധാനമായിരിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ ആയിരുന്നു അവർ സംസാരിച്ചിരുന്നത്. പ്രശ്നപരിഹാരം വേണമെന്നുണ്ട്. ഇപ്പോൾ അതിന് അങ്ങനെയല്ല. ഇപ്പോൾ വേറിട്ട രീതിയിലാണ്. ചൊവ്വാഴ്ചത്തെ ടെലഗ്രാം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൻ്റെ അകത്താണ് അദ്ദേഹം ഇങ്ങനെ പരാമർശിക്കുന്നത്. അങ്ങനെ പരാമർശിക്കാൻ തുടങ്ങി. കാലചക്രം പിന്നോട്ട് തിരിക്കാനാകില്ല. അറേബ്യൻ രാജ്യങ്ങളുടെ പിറകിൽ നിങ്ങളെ ഞങ്ങൾ ഒളിപ്പിക്കുകയുമില്ല. ഞങ്ങളുടെ ആയുധത്തിൻ്റെ മൂർച്ചയുടെ ഒരറ്റം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇഷ്ടംപോലെ ആയുധങ്ങളുടെ വലിയ ഒരു കൊട്ടാരം തന്നെ ഞങ്ങൾക്ക് തുറക്കാനുണ്ട്. അതെല്ലാം പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിലേക്കും നിങ്ങൾക്ക് നേരെയും വിടാനുള്ളതാണ്. അതിവിടെ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, ഗൾഫ് രാജ്യത്തിൻ്റെ പുറത്തും പല സൈനിക ബേസുകൾ നിങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെയും നിങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ളത് കൃത്യമാണ്. എത്രത്തോളം നിങ്ങൾക്ക് ശക്തിയുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, എത്രത്തോളം സൈനികർക്ക് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ വിഷയ കാര്യങ്ങളൊന്നുമില്ല.
ഓരോരോ സംഘർഷത്തിൻ്റെയും പാശ്ചാത്തലം വളരെ കൃത്യതയോടുകൂടി പഠിച്ചുകൊണ്ട് അത്തരം സംഘർഷാവസ്ഥ ഭാവിയിൽ ഉണ്ടാകുന്ന സമയത്ത് പ്രതിരോധിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല, അത് ചുരുക്കം. ഇപ്പോൾ ഇന്ത്യ സന്ദർശനത്തിൽ എത്തിയിട്ടുണ്ട് വിദേശകാര്യ സെക്രട്ടറിയും ഫാമിലിയുമാണ് ഇന്ത്യ സന്ദർശനത്തിന് വേണ്ടി എത്തിയത്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ കോൺസുലേറ്റ് ജനറൽ പ്രതികരിച്ചു. ഇന്ത്യയുടെ അല്ല, ഇറാൻ്റെ കോൺസുലേറ്റ് പ്രതികരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്, വലിയ രീതിയിൽ വിവാദമാകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇറാൻ്റെ വാസ്തുശില്പ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടതാണ് താജ്മഹൽ. ഇത് സന്ദർശിക്കുന്ന മാർക്ക് റൂബിയോയും അയാളുടെ ഫാമിലിയും അത് മനസ്സിലാക്കണം. ഞങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആയുധം മൂർച്ച കൂട്ടുന്നവരെ, നിങ്ങളോട് ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്. നിങ്ങളിപ്പോൾ കയറി നിൽക്കുന്ന ഇടം, അതായത് താജ്മഹൽ, ഞങ്ങളുടേതാണ്. ഞങ്ങളാണ് നിർമ്മിച്ചത്, ഞങ്ങളുടെ ശില്പിയാണത്, ഞങ്ങളുടെ വാസ്തുശില്പ മാതൃകയിലാണ് പണി കഴിപ്പിച്ചത്. ആ പണി കഴിപ്പിച്ച മേഖലയിൽ ഞങ്ങളെ സ്പർശിക്കാൻ പറ്റില്ലെങ്കിൽ, ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ഞങ്ങളുമായിട്ട് ഇടപാട് നടത്താൻ പറ്റില്ലെങ്കിൽ, ഞങ്ങൾ നിർമ്മിച്ച ഗേഹത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ ഇറാൻ വംശജയായ ഭാര്യ മുംതാസിനോടുള്ള ഓർമ്മയ്ക്ക് വേണ്ടി ഇറാനിയൻ വാസ്തുശില്പ ശൈലിയുടെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടതാണ് താജ്മഹൽ. അഥവാ ഷാജഹാൻ്റെ ഭാര്യ ഇറാനിയാണ്. ആ ഇറാൻ്റെ സംസ്കാരത്തിന് വേണ്ടി അവരുടെ താല്പര്യത്തിനനുസരിച്ച്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. അതിൻ്റെ എല്ലാ മാതൃകാ രീതികളും അതുകൊണ്ടാണ് സ്ഥായിയായിട്ട് അവിടെ നിൽക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുമ്പ് നിർമ്മിച്ചതാണ് ഈ സൗധങ്ങളെല്ലാം. മുഗൾ ചക്രവർത്തിമാർ, അത് താജ്മഹലാണെങ്കിലും ചെങ്കോട്ടയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ചരിത്രപരമായിരിക്കുന്ന സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ വാസ്തുശില്പ മാതൃകയിലാണ്. ചരിത്രപരമായ രീതിയിൽ ഇതിനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അമേരിക്കയ്ക്ക് കളവും കള്ളത്തരവും മാത്രമേ അറിയൂ. സൈനികപരമായിരിക്കുന്ന ബലവും ശക്തി കൊണ്ട് ലോകത്തെ കീഴടക്കാം എന്ന് വിചാരിക്കുന്ന മണ്ടന്മാരായിരിക്കുന്ന കുറേ ശിരോമണികളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയിലുള്ളത്. ആ കാലം കഴിഞ്ഞു. സൈനികപരമായി ലോകത്ത് ഏറ്റവും വലിയ ശക്തിയുള്ള, ബലമുള്ള, ധൈര്യമുള്ള, ആവേശമുള്ള വിഭാഗങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ ഒടിഞ്ഞു തൂങ്ങുന്നത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 2 വർഷത്തോളം യുദ്ധം ചെയ്തു ഇസ്രായേൽ ഗസക്കകത്ത്. ഗസ എന്ന് പറഞ്ഞ ഒരു രാജ്യമല്ല, വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ രാജ്യമല്ല, ഫലസ്തീൻ ഒരു രാജ്യമല്ല. ആ രാജ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഒരു പ്രാദേശിക കൂട്ടായ്മയായിരിക്കുന്ന ഒരു സൈനിക ട്രൂപ്പിനോട് 2 കൊല്ലം നിങ്ങൾ യുദ്ധം ചെയ്തിട്ട് വിജയിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇപ്പോഴും വിജയിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ട ആക്രമണം നടത്തുന്നു. അതിൻ്റെ തിരിച്ചടികൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും മഹാരാജ്യത്തിന് പോലും ചെറിയ രീതിയിലുള്ള ഒരു പ്രാദേശിക സൈനിക ട്രൂപ്പിനെ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത വിധം നിങ്ങൾ തളർന്നിരിക്കുന്നു, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം 5ാമത്തെ കൊല്ലത്തിലേക്കാണ്. ലോകത്തിലെ 2ാമത് സൈനിക ശക്തിയുള്ള രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. റഷ്യ ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ്. യുദ്ധം തുടങ്ങിയിട്ട് എത്ര 5 കൊല്ലമായി. ആ 5 വർഷത്തിനിടയിൽ ഇപ്പോഴും അവർക്ക് വിജയിച്ചു എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ സൈനികപരമായ രീതിയിൽ അങ്ങനെ കീഴടക്കാൻ വേണ്ടി പറ്റുന്ന കാലഘട്ടമൊക്കെ അസ്തമിച്ചു പോയി. അതൊക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പായിരുന്നു, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം പ്രതികരണം ഉണ്ടാവും, അത് ശക്തമായിരിക്കുന്ന പ്രതികരണമാവും. അതിന്മേൽ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. കുറേ ആളുകളെ കൊലപ്പെടുത്തുക എന്നതിനപ്പുറം സൈനികപരമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് കീഴടക്കുക, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ ആ രാജ്യം പിടിച്ചെടുക്കുക എന്നൊക്കെ നിങ്ങൾ മുമ്പ് കാലത്തൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമൊന്നുമല്ലാതെ ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഇറാൻ നിങ്ങൾക്ക് ചില മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ആരോടാ പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇറാൻ എന്ന് പറയുന്ന ഒരു 3-4 ലോക രാജ്യമാണ്. അമേരിക്ക എന്ന് പറയുന്ന സൂപ്പർ പവറുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ്. അവരോട് ഇറാൻ പറയുക, ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു. നിങ്ങൾ സുരക്ഷിതമല്ല ഒരിടത്തും. ഏത് മേഖല നിങ്ങൾ ഒളിച്ചിരുന്നാലും ഞങ്ങളത് കണ്ടുപിടിക്കുകയും ആക്രമിക്കുകയും ചെയ്യും. ഒരിക്കൽ പോലും എംബസിയും കോൺസുലേറ്റും അറേബ്യൻ മേഖലയിൽ തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കും. ഞങ്ങൾ അതിലെ തയ്യാറെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അത് ഇസ്രായേലിന് ബാധകമാണ്. ഇസ്രായേൽ തൂത്തെറിയപ്പെടുക എന്നുള്ളത് ഞങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, പൗരാണികമായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ആ കാര്യങ്ങൾ പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരെ തുടച്ചു നീക്കുക, അവരില്ലായ്മ ചെയ്യപ്പെടുക, അവരുടെ സ്വപ്ന ഗോപുരങ്ങൾ തകർക്കപ്പെടുക, അവരെ ഈ ചരിത്രത്തിൽ നിന്ന് അജ്ഞാതമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യാം, അവരെ തിരഞ്ഞാൽ കാണാൻ പറ്റാത്ത രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. ഏതായിരുന്നാലും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്
അടിയന്തരമായ രീതിയിൽ അമേരിക്കയിൽ ഇപ്പോൾ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടുകയാണ്. നമ്മൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി എന്ത് ചെയ്യണം, എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്. ഇതിലൊക്കെ കൂടുതൽ അവർ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനി നടപ്പിലാക്കിയോട് ചെയ്താൽ ഉള്ള വിശ്വാസം മറ്റുള്ള ലോകരാജ്യങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് പോലും നമ്മളോട് താല്പര്യമില്ലാത്തൊരു സാഹചര്യങ്ങൾ വരും.